പോലീസ് ഓടിക്കോടാ വാ. എന്തിനടെ വെറുതെ കൂമ്പുവാട്ടി കളയണത്?
അത്രയ്ക്ക് സ്ട്രോങ് ആയ എവിഡൻസ്. അപ്പൊ പിന്നെ പറഞ്ഞു കളയടേ. 9349922065 ഈ സെൽ നമ്പർ നിന്റെ തന്നെ. അതെ. അപ്പൊ നിന്റെ തള്ളേരെ പേരിലാണ് കണക്ഷൻ. അതെ. ആ, തെളി ഉറച്ചു. ഇനി സംഭവം നടന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞോ. ഞാൻ ആരെയും കൊന്നില്ല സാറേ. എടുത്ത് കാര്യമായിട്ട് തൂക്കണേ അവനെ. വേണ്ട സാർ, നടന്നത് ഞാൻ പറയാം. അണ്ണാ, നിനക്ക് പരിചയമില്ലാത്തോണ്ടാ തെളിവ് സഹിതം പോലീസ് പിടിച്ചാൽ നടന്നത് പറഞ്ഞ് കുറ്റം സമ്മതിച്ചേക്കണം. ബാക്കി നമുക്ക് കോടതി കാണാം. അല്ലാതെ തടി കേടുവരുത്തിയിട്ട് കാര്യമൊന്നുമില്ല. കറക്റ്റ്. നിനക്ക് ഈ കാര്യങ്ങളൊക്കെ നല്ല എക്സ്പീരിയൻസ് ആണല്ലേ? അത്യാവശ്യത്തിനുണ്ട് സാറേ. 96 മുതൽ ഗെയിമിലുണ്ട്. ഷിഹാബുദ്ദീൻ സാറിനൊക്കെ അറിയാം. സംഭവ സ്ഥലത്ത് ഫോൺ പോയെന്ന് അറിഞ്ഞപ്പോഴേ ഞാൻ ഇവനോട് പറഞ്ഞു നമ്മൾ പെട്ടടാന്ന്. ഓ, എന്നാ നീ പറ, സൈമണെ കൊല്ലാൻ നിനക്കാരാ കൊട്ടേഷൻ തന്നത്? അയ്യോ സാറേ, അവനെ കൊല്ലാൻ ആരും എനിക്ക് കൊട്ടേഷൻ തന്നിട്ടില്ല. അത് ഇവന് പറ്റിയൊരു കയ്യബദ്ധമാ. എന്തോന്നടാ കഥ ഉണ്ടാക്കുകയാണ്? നീ പറ. സാറേ, ആറ്റിങ്ങിൽ പുതിയതായിട്ട് തുടങ്ങിയ ഒരു ബാറുണ്ട്, 7 സ്റ്റാർ. അതിന്റെ മുതലാളി ശശിധരണ്ണന് ഒരു ഭീഷണിയുണ്ട്. പുള്ളിയുടെ പഴയ പാർട്ട്ണർ ജെയിംസ് കൊച്ചിയിൽ കൊട്ടേഷൻ കൊടുത്തു. എന്നോട് പ്രൊട്ടക്ഷൻ വേണമെന്ന് ആവശ്യപ്പെട്ടു. എന്റെ പോളിസി ഇങ്ങനെയുള്ള കേസുകളിൽ കൊട്ടേഷൻ കൊടുത്തവനെ അങ്ങോട്ട് കയറി അറ്റാക്ക് ചെയ്യണമെന്നാ. അതോടെ അവൻ ചുരുളും. 2 ദിവസം വിഴിഞ്ഞത്ത് താമസിച്ചേ ഞാൻ പിള്ളേരെ സംഘടിപ്പിച്ചു. 14 പേര്. ലോഡ്ജിൽ നിന്നിറങ്ങിയ ഞങ്ങൾ പിന്നീട് 3 വണ്ടികളിലായി രാത്രി 1 മണിക്ക് അടുപ്പിച്ച് ജെയിംസിന്റെ വീട്ടിലേക്ക് പുറപ്പെട്ടു. വഴിക്ക് ഏറ്റവും മുമ്പിൽ പോയ വണ്ടി കേടായി. മറ്റു വണ്ടികൾ അവിടെ നിർത്തി. എല്ലാവരും റോഡിലിരുന്ന് വണ്ടി റിപ്പയർ ചെയ്യുമ്പോഴാ വെടിച്ചില് പോലെ ഒരു വണ്ടി വരുന്നു, ഒരു സ്കോർപിയോ. ബൈക്കുകാരനെ ഇടിച്ചിട്ടിട്ട് വണ്ടി നിർത്താതെ പോയപ്പോൾ ഞങ്ങൾ തടയാൻ ശ്രമിച്ചു. കിട്ടിയില്ല. പെട്ടെന്ന് ആവേശത്തില് എല്ലാവരും കൂടി വണ്ടി എടുത്ത് അവനെ ഫോളോ ചെയ്തു. വാ വാ, വണ്ടി എടുക്കും. ഇങ്ങോട്ട് ഇറങ്ങണം. Come on, what's happening here? Leave me. ഇത് ഞാൻ ഹാൻഡിൽ ചെയ്തോളാം. ഒരുത്തനെ ഇടിച്ചിട്ട് ചുമ്മാ അങ്ങ് പോകാന്ന് കരുതിയോ? Do you know who I am? Simon Palasinkal. നീ ഏത് കോപ്പനാ? എനിക്കെന്താടാ? ഇതിനൊരു സമാധാനം പറഞ്ഞിട്ട് പോയാ മതി. ഈ സമയം അത്രയും നല്ല ഫിറ്റിലായിരുന്ന മുള്ളാണി വണ്ടിക്ക് അകത്ത് തന്നെ ഇരിക്കുകയായിരുന്നു. ബഹളം മൂത്തപ്പോ അവൻ വെളിയിലിറങ്ങി. പിന്നെ ഞങ്ങൾ ആരും വിചാരിക്കാത്ത കാര്യങ്ങളാണ് നടന്നത്. എന്ത് പണിയാണ് കാണിച്ചത്? വാ, രക്ഷപ്പെടാം വേഗം. റിയാസ് ഹസൻ മൻസിൽ ചപ്പത്ത് റോഡ് വിഴിഞ്ഞം. അതല്ലേ നിന്റെ വിലാസം? അതെ. ഇവൻ പറഞ്ഞു മുഴുവൻ താൻ കേട്ടല്ലോ. നിന്റെ ബൈക്കും ആ സ്കോർപിയോയും തമ്മിൽ ഈ പറഞ്ഞതുപോലെ ഒരു ആക്സിഡന്റ് ഉണ്ടായിട്ടുണ്ടോ? ആക്സിഡന്റിൽ നിനക്കൊന്നും പറ്റിയില്ലേ? കൈക്കും കാലിനും ചെറിയൊരു ചതവ് പറ്റി. നിന്നെ ആരാ ആശുപത്രി കൊണ്ടുപോയത്? ഇവരുടെ കൂട്ടത്തിൽപ്പെട്ട സജീവൻ ചേട്ടനാ. എന്റെ ബൈക്കിൽ തന്നെയാ കൊണ്ടുപോയത്. ജനറൽ ഹോസ്പിറ്റലാ സാറെ കൊണ്ടുപോയത്. ഇനി നിനക്കെന്താ പറയാനുള്ളത്? സത്യമാ സാറേ, നടന്ന കാര്യങ്ങളാ ജോഷുവണ്ണം പറഞ്ഞത്. അന്ന് ഞാൻ നല്ല വെള്ളമായിരുന്നു, അറിയാതെ പറ്റിപ്പോയതാ.